നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണം എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ സംസ്കാരമാക്കി മാറ്റണമെന്നും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ജില്ലാ അഗ്രികോർട്ടി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ നടത്തിയ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യാന്റീൻ ആൻഡ് കാറ്ററിംഗ് തൊഴിൽ വൈദഗ്ധ്യ പരിശീലനം വഴി 40ഓളം വനിതകൾ പാചകറാണികളായി മാറി. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് അമ്പലപ്പുഴ MLA ചിസ്ലം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മികച്ച സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് സർക്കാരിന്റെ മാത്രം ബാധ്യതയല്ല എന്നും മറിച്ച് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ആലപ്പുഴ തിരുവമ്പാടി ഗവൺമെന്റ് UP സ്കൂളിലെ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസ് യൂണിയൻ CITയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല അംഗത്വ വിതരണ സമ്മേളനം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ചിസ്ലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പരിസ്ഥിതി സംരക്ഷണം എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ സംസ്കാരമാക്കി മാറ്റണമെന്നും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അഭിപ്രായപ്പെട്ടു. ജില്ലാ അഗ്രികോർട്ടി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ നടത്തിയ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണം എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ സംസ്കാരമാക്കി മാറ്റണമെന്നും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അഭിപ്രായപ്പെട്ടു. വെച്ചുപിടിപ്പിക്കുക, പ്രകൃതിയെ പരിപോഷിപ്പിക്കുക, പ്രകൃതിയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പരിസ്ഥിതിനെ ആഘോഷിക്കുന്നത്. ജൂൺ 5-ാം തീയതി ലോകം മൊത്തം നമ്മുടെ ഈ ഒരു സംവിധാനം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ മരമാണ് ഒരു വരം എന്നൊരു ഉത്തമ വാക്യം നമുക്കുണ്ട്. അപ്പോൾ മരം ആണ് മരം വെച്ച് പിടിപ്പിക്കുകയും കൂടുതൽ നമുക്ക് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, നമ്മളല്ലേ കാർബൺ ന്യൂട്രൽ ഗ്രാമങ്ങളൊക്കെ നമ്മൾ വിഭാവനം ചെയ്തു കഴിഞ്ഞു. അത് സിറ്റികളും ഒക്കെ ആയിരുന്നു. കേരളത്തെ സംബന്ധിച്ചോളം നമുക്ക് 26% നമുക്ക് ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. കാർബൺ സിങ്കുകൾ 2 കാര്യങ്ങളാണ്. നമ്മൾ ഫോറസ്റ്റും നമ്മുടെ കടലോരങ്ങളുമാണ് ഇവിടെ കാർബൺ സിങ്ക് എന്നത്. അപ്പോൾ കേരളത്തിനകത്തൊരു 6% മാത്രമേ നമുക്ക് കാർബൺ ന്യൂട്രൽ ആവാൻ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മുടെ ഈ പൊള്യൂഷൻ, നമ്മുടെ വെഹിക്കുലർ പൊള്യൂഷൻ മറ്റാണ് ഘട്ടത്തിൽ. ജില്ലാ അഗ്രികോർട്ടി സൊസൈറ്റി ജനറൽ സെക്രട്ടറി രവി പാലത്തിങ്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി ഉപാധ്യക്ഷൻ AN പുരം ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പയസ് നെറ്റോ, P ശ്യാംകുമാർ, ഹരികുമാർ വാലേത്, PS ഹരിദാസ്, രാജു പള്ളിപ്പറമ്പിൽ, സുനിൽ വർഗീസ്, ME ഉത്തമക്കുറുപ്പ്, NDRF സബ് ഇൻസ്പെക്ടർമാരായ SP സിംഗ്, വീരേന്ദർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിനെ തുടർന്ന് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ കിളിഞ്ഞാവൽ തയ്യും ജില്ലാ കളക്ടർ നട്ടു. നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യാന്റീൻ ആൻഡ് കാറ്ററിംഗ് തൊഴിൽ വൈദഗ്ധ്യ പരിശീലനം വഴി 40ഓളം വനിതകൾ പാചകറാണികളായി മാറി. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് അമ്പലപ്പുഴ MLA ചിസ്ലം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹകരണത്തോടെ ആലപ്പുഴ നഗരസഭ നടത്തിയ ക്യാന്റീൻ ആൻഡ് കാറ്ററിംഗ് തൊഴിൽ വൈദഗ്ധ്യ പരിശീലനം വഴി 40 വനിതകൾ പാചകറാണികളായി മാറി. വാടക്കൽ വാർഡിലെ കുടുംബശ്രീ ADS അംഗങ്ങളാണ് രുചികരമായ വിവിധ വിഭവങ്ങൾ വെച്ച് വിളമ്പാൻ പ്രാപ്തരായി സ്വയം തൊഴിൽ രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. പാചക വിദഗ്ധനായ VJ പ്രശാന്ത് 18 ദിവസം നീണ്ടുനിന്ന പരിശീലനമാണ് ഇവർക്ക് നൽകിയത്. മണ്ണഞ്ചേരിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സ്കിൽ എക്സ്റ്റൻഷൻ ട്രെയിനിങ് വിമൺ സ്റ്റാർട്ടപ്പ് ആലപ്പി എന്ന സ്ഥാപനം വഴിയായിരുന്നു പരിശീലനം നൽകിയത്. പരിശീലനം പൂർത്തിയാക്കിയവർ തനിച്ചും കൂട്ടം ചേർന്നും പായസം ഉൾപ്പെടെയുള്ള രുചിയേറും വിഭവങ്ങളാണ് സമാപന ദിവസം തയ്യാറാക്കിയത്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് അമ്പലപ്പുഴ MLA ചിസ്ലം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇന്ന് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് പരിശീലിക്കാൻ വന്നത്, മറ്റൊരു കാര്യമല്ല. എല്ലാ ദിവസവും നമ്മൾ അടുക്കളയിൽ കയറി നമ്മൾ പാചകം ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു സാമാന്യമായൊരു പൊതുവായൊരു ബോധം എന്ന് പറഞ്ഞാൽ നമുക്കിത് പൊതുവെ അറിയാം എന്നാണ്. നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യം തന്നെ ഒരുപക്ഷെ ഇവിടെ പ്രശാന്ത് പരിശീലിപ്പിച്ചപ്പോൾ കുറച്ചെങ്കിലും വ്യത്യാസം തോന്നിക്കാണും. കുറച്ചുകൂടി ടേസ്റ്റിയാക്കാൻ, ഭംഗിയാക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന വ്യത്യസ്തമായി കുറച്ച് വ്യത്യാസപ്പെടുത്തിയാൽ പറ്റുന്നൊരു കാര്യമാണല്ലോ നമ്മൾ ഇത്രയും കൊല്ലം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചിലപ്പോൾ തോന്നിക്കാണും. ഏതൊരു കാര്യത്തിൻ്റെയും ഒരു മേന്മ അവിടെയാണ്. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യം തന്നെ വീണ്ടും പരിശീലിക്കേണ്ടി വരും. ഏത് ജോലി അങ്ങനെയാണ്. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം മാത്രമല്ല, ഇപ്പോൾ അധ്യാപകർ. വാടക്കൽ കാഞ്ഞിരം ചിറ മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കൗൺസിലർ മേരി ലീന അധ്യക്ഷത വഹിച്ചു. നഗരസഭാധ്യക്ഷ KK ജയമ്മ മുഖ്യപ്രഭാഷണം നടത്തി. സംഘം പ്രസിഡന്റ് VJ ജോൺ,
VR മാവോ, VG വിഷ്ണു, രാജേശ്വരി ഉദയൻ, ADS ചെയർപേഴ്സൺ സിനി എന്നിവർ സംസാരിച്ചു. ADS സെക്രട്ടറി മുബീന ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മികച്ച സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് സർക്കാരിന്റെ മാത്രം ബാധ്യതയല്ല എന്നും മറിച്ച് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. തിരുവമ്പാടി ഗവൺമെന്റ് UP സ്കൂളിലെ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏറ്റവും മികച്ച പഠന പരിസരവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുക എന്നത് സർക്കാരിന്റെ മാത്രം ബാധ്യതയല്ല മറിച്ച് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. HSLAM MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ തിരുവമ്പാടി ഗവൺമെന്റ് UP സ്കൂളിലെ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മക്കളുടെ ഭാവി നിർമ്മിക്കുന്നതിനുള്ള അടിത്തറയാണ് ഓരോ സ്കൂളുകളും. പുതിയ കാലഘട്ടത്തിനും പാഠ്യരീതികൾക്കും അനുയോജ്യമായ ക്ലാസ് മുറികളും ശുചിത്വം ഉറപ്പാക്കുന്ന ക്യാമ്പസും വായനശാലയും ഡിജിറ്റൽ റൂമുകളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെയാണ് പുതിയ സ്കൂൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ HSLAM MLA അധ്യക്ഷനായി. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷ R വിനീത, MR പ്രേം, AS കവിത, കൗൺസിലർമാരായ C അരവിന്ദാക്ഷൻ, പ്രജിത കണ്ണൻ, മനീഷ, സജേഷ് ചാക്കുപറമ്പൻ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ A നിഹാൽ, ആലപ്പുഴ AEO MK ശോഭന, ആലപ്പുഴ BRC BPC സന്ദീപ് ഉണ്ണികൃഷ്ണൻ, SMC ചെയർമാൻ S ഉദയകുമാർ, സ്കൂൾ പ്രഥമാധ്യാപിക മിനി മുഹമ്മദ് അലി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. കേരള മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല അംഗത്വ വിതരണ സമ്മേളനം നടത്തി. അമ്പലപ്പുഴ MLA HSLAM സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസ് യൂണിയൻ CITUവിന്റെ ജില്ലാ അംഗത്വ വിതരണ സമ്മേളനം നടത്തി. അമ്പലപ്പുഴ MLA HSLAM സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏത് തൊഴിൽ മേഖലയിലും നിരവധി ട്രേഡ് യൂണിയൻ കാണാൻ പറ്റും. പൊളിറ്റിക്കലി ഏത് നിലയിലുള്ളവരും ട്രേഡ് യൂണിയൻ കാണാം. പക്ഷെ അതിന്റെ ഒരു ഉന്നത ഇടം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ ആലപ്പുഴയാണ്. അതിലൊരു മഹാപാരമ്പര്യം പേറുന്നൊരു ജില്ലയാണ് നമ്മുടെ ജില്ല എന്നതുകൊണ്ട് നിങ്ങൾ രംഗത്തെ തൊഴിലാളികളുടെ ഈ സംഘടന അതിന്റെ പ്രാഥമികമായ ഘട്ടം സംസ്ഥാനത്താകെ കടന്നു വരുന്ന സന്ദർഭത്തിൽ ആദ്യഘട്ടം തന്നെ 4 ജില്ലയിൽ ഒന്നായി ആലപ്പുഴ വന്നു എന്നുള്ളതിനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത എല്ലാ പ്രിയപ്പെട്ട ഭാരവാഹികളെയും പ്രത്യേകമായി CITU ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൂടി പ്രത്യേകമായി നിങ്ങളെ അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം ICE ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ സമ്മേളനത്തിൽ MLA അനുമോദിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, KMTU സംസ്ഥാന ട്രഷറർ ജിജേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് അഖിലേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി രജിത സുഭാഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി സഞ്ജുമോൻ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. ഭാരതീയ വേലൻ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ സമ്മേളനം നടത്തി. ചെങ്ങന്നൂർ ലയൺസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം ഭാരതീയ വേലൻ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വേലൻ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ സമ്മേളനം ചെങ്ങന്നൂർ ലയൺസ് ക്ലബ് ഹാളിലെ ആനന്ദൻ നഗറിൽ സംഘടിപ്പിച്ചു. ഭാരതീയ വേലൻ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വേലൻ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് C ഹരിദാസ് യോഗത്തിൽ അധ്യക്ഷനായി. സംസ്ഥാന മഹിളാ പ്രസിഡന്റ് അനിത രാജു മുഖ്യാതിഥിയായിരുന്നു. CK സുകുമാരപ്പണിക്കർ, N പ്രഭാകരൻ, N രഘു, രവികുമാർ, വിജയ ബാലകൃഷ്ണൻ, M ശശികുട്ടൻ, ശിവരാമൻ, കരുമാടി ഷാജി എന്നിവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ 14ാം വർഷവും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി C ഹരിദാസിനെ ഐക്യകണ്ഠേന യോഗം തെരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറിയായി CK സുകുമാരപ്പണിക്കരെയും ട്രഷററായി N പ്രഭാകരനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിസ്ഥിതി സംരക്ഷണം എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ സംസ്കാരമാക്കി മാറ്റണമെന്നും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ജില്ലാ അഗ്രിഹോർട്ടി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ നടത്തിയ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യാന്റീൻ ആൻഡ് കാറ്ററിംഗ് തൊഴിൽ വൈദഗ്ധ്യ പരിശീലനം വഴി 40ഓളം വനിതകൾ പാചകറാണികളായി മാറി. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് അമ്പലപ്പുഴ MLA HSLAM സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മികച്ച സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് സർക്കാരിന്റെ മാത്രം ബാധ്യതയല്ല എന്നും മറിച്ച്
നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ആലപ്പുഴ തിരുവമ്പാടി ഗവൺമെന്റ് യു പി സ്കൂളിലെ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല അംഗത്വ വിതരണ സമ്മേളനം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ജിസല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.